കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ എന്ന ഗ്രാമം കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ അനധികൃതമായി ചില ചൂതാട്ട കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മംഗളൂരുവിൽ നിന്ന് ഒട്ടേറെ പേർ രാത്രി സമയങ്ങളിൽ കുഞ്ചത്തൂരിലെത്തും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവിടെ ഒരു ഓട്ടോറിക്ഷ ആളില്ലാതെ കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് സമീപത്തുള്ള കിണറ്റിൽ ഒരു അജ്ഞാത മൃതദേഹം. മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് മരിച്ചതെന്ന് പിന്നീട് കണ്ടെത്തുന്നു. ഓട്ടോ ഡ്രൈവറായ ഷെരീഫിനെ കൊന്ന് കിണറ്റിൽ തള്ളിയതാണ്. തലയിലും കയ്യിലും വെട്ടേറ്റ പാടുകളുണ്ട്. മംഗളൂരുവിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് വിളിച്ച 3 പേരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ അടുക്കപ്പള്ള മാഞ്ചിമകുണ്ടയിൽ ആൾമറയില്ലാത്ത കിണറിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം. പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തിയതോടെയാണ് സ്ഥിരീകരണം. തലയ്ക്കും കൈക്കും വെട്ടേറ്റ നിലയിലാണ് മൃതദേഹം. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫിനെ വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് മാഞ്ചിമകുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കിണറിന് സമീപത്ത് ഒരു ഓട്ടോറിക്ഷ ചെരിഞ്ഞു കിടക്കുന്ന നിലയിൽ കണ്ട വഴിയാത്രക്കാരനാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കിണറ്റിനരികിൽ ചോരത്തുള്ളികളും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി ഓട്ടോയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടത് മുഹമ്മദ് ഷെരീഫാണെന്ന് സ്ഥിരീകരിച്ചത്. വിവരമറിഞ്ഞ് കുഞ്ചത്തൂരിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം മുഹമ്മദ് ഷെരീഫിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ 3 പേരെന്നാണ് പുറത്തുവന്ന പ്രാഥമിക വിവരം. ബുധനാഴ്ച രാത്രി 10 മണിയോടെ 3 പേർ മംഗളൂരുവിൽ വെച്ച് മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു. ഇക്കാര്യം ഓട്ടോ ഡ്രൈവർമാരാണ് പോലീസിനെ അറിയിച്ചത്. കുഞ്ചത്തൂർ എത്തിച്ചതിന് ശേഷമാണോ കൊലപാതകം നടത്തിയെന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കാസർഗോഡ്.